കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളായി നടക്കുന്ന സ്കൂൾ കായികോത്സവത്തിന് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ തുടക്കമായി. ഇവിടേക്ക് എത്തുന്ന ഭവപ്രിയ ഫൈസ്, ഷിബിൻ, ഷംറാസ് എന്നീ കായിക താരങ്ങളെ ആദരപൂർവ്വം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓഗസ്റ്റ് 13-14 തീയതികളിലായാണ് കുമരനെല്ലൂരിൽ സ്കൂൾ കായികോത്സവം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം കുമരനെല്ലൂർ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും വിവിധ കായിക ഇനങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികവ് തെളിയിച്ചവരുമായ ഭവപ്രിയ, മുഹമ്മദ് ഫൈസ്, മുഹമ്മദ് ഷിബിൽ എന്നിവർ നയിച്ച ദീപശിഖ പ്രയാണം മുഹമ്മദ് ഷംറാസ് ഏറ്റുവാങ്ങി ദീപശിഖ തെളിയിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങ് തൃത്താല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TV സജിത് കുമാർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണം ചെയ്തിട്ടുള്ള മത്സരങ്ങൾ ഇവിടെ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള മത്സരങ്ങൾ കുട്ടികളെ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനും അവർക്ക് കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ, ഈ വർഷം പങ്കെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ജൂനിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് അടുത്ത വർഷങ്ങളിൽ കൂടുതൽ ഐറ്റങ്ങളിലേക്ക് പങ്കെടുക്കുവാനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനുള്ള അവസരം നൽകുന്ന ഈ ഒരു ചടങ്ങിന്റെ സംഘാടനം എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒന്നാണ്. അത് ഇവിടുത്തെ അധ്യാപകർ വളരെ നല്ല രീതിയിൽ ചെയ്തതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ പങ്കെടുത്ത് മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയെടുക്കാനുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇനി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത കുട്ടികളും ഉണ്ടാവാം. പക്ഷെ അവരുടെ കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിസിപ്പേഷൻ ആണ് കുട്ടികളെ സംബന്ധിച്ച് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോ ഒരു മത്സരത്തിൽ പിന്നിലായി പോയാൽ മറ്റൊരു മത്സരത്തിൽ മുന്നിലേക്ക് വരാനുള്ള അവസരം അവർക്കുണ്ടാവും. ഇന്ന് പിന്നിലായാൽ നാളെ അവർ മുന്നിലേക്ക് എത്തും, അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനുള്ള ഇൻസ്പിറേഷൻ അവർക്ക് ഇത്തരം കായിക മേളകളിൽ നിന്ന് ലഭിക്കും. 1000-ഓളം കുട്ടികൾ വിവിധ കായിക മത്സരങ്ങളിൽ മാറ്റുരച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്പോർട്സ് കൺവീനർമാരായ അനുപമ, മുനീർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ TR ലീന സ്വാഗതവും ഹെഡ്മാസ്റ്റർ അബ്ദുൽ CM ജലീൽ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ്, തൃത്താല.